നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ റോളാണ് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുന്നത്. അതിന് വേണ്ടുന്നത് 1/2 കപ്പ് തേങ്ങ, പെരുംജീരകം, ചെറിയുള്ളി. നമുക്കത് ചതുക്കിയെടുത്തിട്ട് വരാം. പിന്നീട് നമുക്കൊരു പാത്രത്തിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തിളപ്പിക്കുക. അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ഇത് നമുക്ക് അത് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന വരുമ്പോൾ നമുക്ക് മാറ്റി വെച്ച് വേറെ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ചതുക്കി വെച്ച തേങ്ങ കൂട്ടി നമുക്ക് നല്ലോണം കുഴച്ചെടുക്കാം. അതൊന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ഉള്ളി കട്ട് ചെയ്തത് നമുക്ക് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതുക്കി ചേർത്ത് കൊടുക്കാം. ചെറിയൊരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, ഒരു തക്കാളി കട്ട് ചെയ്തത് എല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ചില്ലി പൗഡർ 1 ടീസ്പൂൺ, അതുപോലെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ. ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ നമുക്ക് ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് നേരത്തെ മാറ്റി വെച്ച മാവ് നമുക്ക് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ചെമ്മീൻ മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. നമുക്കിഷ്ടമുള്ള ഷേപ്പാക്കിയതിന് ശേഷം നമുക്ക് എല്ലാ മാവും നമുക്കിതുപോലെ ആക്കിയെടുക്കാം. ഇതെല്ലാം നമുക്ക് ആവി കയറ്റി വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം. വേവിച്ച് മാറ്റി നമുക്ക് തണുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ വെറുതെ കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഫ്രൈ ചെയ്തിട്ടും കഴിക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ മുളക് പൊടി, അതിനകത്ത് കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ആവിയിൽ വേവിച്ച ഈ ചെമ്മീൻ റോള് ഒന്ന് റോൾ ചെയ്തെടുക്കാം. പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോ സൈഡ് ആവുന്നതിനനുസരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്താൽ നമ്മുടെ ചെമ്മീൻ റോൾ റെഡി ആയിരിക്കുന്നു. നല്ല ടേസ്റ്റുള്ള. താങ്ക്സ് ഫോർ വാച്ചിങ്.